My baby told me with a sigh, saying words that came across as a doubt. ഹലോ, ഇന്ന് ഞങ്ങൾ കാസിനോയിൽ പോവാണ്. ഞാനും എൻ്റെ റൂംമേറ്റ് ബാക്കിലുണ്ട്. റൂംമേറ്റും അത് ഞങ്ങളുടെ ആ അമ്മച്ചീൻ്റെ വീട്ടിലാണ് ഞങ്ങൾ നിൽക്കണത്. ഞങ്ങൾ 3 പേരും കൂടി ഇന്ന് കാസിനോയിൽ പോവാണ്. ഹായ് പറ. അമ്മച്ചിക്ക് പാകത്തിന് നടക്കാൻ ഇന്ന് കുറേ നടന്നു, അതുകൊണ്ട് മടുത്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, അടിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ നല്ലൊരു ദിവസം. ഞാൻ വർക്കും കഴിഞ്ഞ് നേരെ പോയി കിടന്ന് ഉറങ്ങണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇറങ്ങിയപ്പോൾ ഒരു വെയിൽ കാണുമ്പോൾ ഇറങ്ങാനുള്ളൊരു ഫീലുണ്ട്. ഞങ്ങളിങ്ങനെ സ്കൈ ട്രെയിൻ കാത്ത് നിൽക്കുക. സ്കൈ ട്രെയിൻ കയറി 2 സ്റ്റോപ്പ് ഇറങ്ങി അവിടെ എത്തുന്നത്. അടുത്തന്നെ. എവിടെയാണ് കൃഷ്ണോളേക്കുള്ള എൻട്രൻസ് എന്നറിയില്ല. അമ്മച്ചീനെ ഫോളോ ചെയ്യാണ്. ബസ് എടുത്ത് ഇവിടുന്ന് കയറി വരണ്ടെന്ന് അമ്മച്ചി കാണിക്കാം. ഞങ്ങൾ വേറെ വഴിക്കാൻ വന്ന്. എനിക്കറിയില്ല ഇതിൻ്റെ ഉള്ളിൽ ഇനി വീഡിയോ പിടിക്കരുതെന്ന് പറയുമോയെന്നറിയില്ല. ഇനി താഴേക്ക് വേണം. കൊള്ളാം, നല്ല സ്ഥലം. എനിക്ക് തോന്നുന്നു അതിലേ കയറണ്ട്. കാരണം അവിടെ ID ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ആണെന്ന് തോന്നുന്നു. ഇതന്നെ അതിൽ തന്നെ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഒക്കെ തൊട്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ എല്ലാവരും കളിക്കുന്നുണ്ട്. വീഡിയോ പിടിച്ചിട്ട് എന്നെ പിടിച്ച് പുറത്താക്കൊന്നുമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ അമ്മച്ചി ഏതാ കളിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് എന്തൊക്കെയോ ടൈപ്പ് കളികളുണ്ട്. എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഇതുണ്ടാകും. അമ്മച്ചി മിഷൻസ് എന്നാണ് കളിക്കുന്നതെന്നാണ് പറയുന്നത്. നോക്കി നോക്കാം. അതെന്തായാലും ഫുൾ നടന്നെന്ന് എല്ലാവരും കാണും. അമ്മച്ചൊക്കെ കാണിച്ചു തരാം. $100 ഇട്ടു, കാർഡ് ഇട്ടു. Okay. That's a point here. Oh, your name? Yeah. പേരക്കുണ്ട്. 7.75 cents. Okay. ബെറ്റ് വെച്ചത്. That's okay. ഇരിക്കാൻ പറ. സിറ്റ് ആൻഡ് പ്ലേ. ഇതെന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ അമ്മച്ചി നല്ല ഇൻട്രസ്റ്റിലാണ് കാണിച്ചത്. അമ്മച്ചി 75 cents വെച്ചിട്ട് 20 cents കിട്ടി. $100 പുഷ്പം പോലെ എടുത്ത് അകത്ത വിട്ടിട്ടത്. എന്തോ കിട്ടി. സോറി. 75 പെറ്റ് വെച്ചിട്ട് 2.35. ഉള്ളാലകള്. അമ്മച്ചിക്ക് $48 ഒക്കെ ഇപ്പൊ തന്നെ കിട്ടി. ആദ്യമായിട്ടാ കിട്ടുന്നത്. ഞങ്ങളുടെ കൂടെ വന്നിട്ടാ ഞങ്ങളുടെ ഐശ്വര്യ. $50 ഹൈ കൊള്ളാനുള്ള കളി. അങ്ങനെ അമ്മച്ചിക്ക് എന്തോ കിട്ടി. $62 കിട്ടി. $100 ഇട്ടിട്ട് $157 കിട്ടി. കൊള്ളാം. മുഖം നോക്കി സന്തോഷം കണ്ട്. ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ ഡിഫറെൻറ്റ് വെറൈറ്റി കളികളുണ്ട്. ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. അമ്മച്ചി എന്നോട് പറഞ്ഞു ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടിടന്ന് എന്നെ പിടിച്ച് പുറത്താക്കും.
അതുകൊണ്ട് എനിക്കറിയില്ല. ആരെങ്കിലുമൊക്കെ നോക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ഇത് വേറെന്തോ എനിക്കറിയില്ല. ഓരോ അമ്മച്ചിമാരൊക്കെ ഇരുന്ന് ഇത് കിട്ടാനായിട്ട് ഇങ്ങനെ ദേഷ്യത്തിൽ അടിക്കുന്നൊക്കെ ഉണ്ട്. കണ്ടോണ്ടിരിക്കാൻ രസം. ഇവിടെയൊക്കെ എന്തൊക്കെയൊക്കെയോ കളി നടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അവിടെ അമ്മച്ചി അങ്ങോട്ടേക്ക് പോകാത്തത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. എന്തോ അമ്മച്ചിക്ക് കിട്ടുന്നുണ്ട്. ആ ചെക്കൻ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അമ്മച്ചിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അവനിപ്പോൾ ഇത്രയും പൈസ കിട്ടി, അപ്പുറത്തെ പൈസ. അമ്മച്ചിക്ക് എത്ര കിട്ടുമെന്ന് നോക്കട്ടെ. അമ്മച്ചിക്ക് ഇങ്ങനെ $90 അതെന്നതാണ് എൻ്റെ നിഗമനം. എനിക്ക് തോന്നുന്നു എത്ര കിട്ടും നോക്കാം. ഓക്കെ, കളിച്ച് കുറെ പൈസ കളഞ്ഞു. ബട്ട് സ്റ്റിൽ അടുത്തത് ഹ്യൂജ് വിൻ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. മൊത്തം സന്തോഷം നോക്കി പാവം. അതൊക്കെ കൊണ്ടിരിക്കുന്നുണ്ട് പാവം. $105 ആ കിട്ടിയ പൈസ പിന്നെയും കളയുന്നുണ്ട്. ഞാനാണെങ്കിൽ ആ പൈസയും കൊണ്ട് വീട്ടിൽ പോയേനെ. ശില്പിയാണെങ്കിലും വീട്ടിൽ പോയില്ലായിരുന്നു. $100 ഇട്ടു, കുറെ പൈസ കളഞ്ഞു. എന്നിട്ട് സ്റ്റിൽ ബാക്കി 215 ഉണ്ട്. കൊള്ളാല്ലേ? നമുക്ക് $10 ഇട്ട് നോക്കിയാലോ? 80 സെറ്റ് വെച്ച് കുറെ കളിക്കാം. വേണ്ട. പക്ഷെ ഈ 200 കൊണ്ട് ഞാനാണെങ്കിൽ വീട്ടിൽ പോയേനെ. ഞാനിതിൽ $5 ഇട്ടിട്ടുണ്ട്. എന്താവും അറിയില്ല. എനിക്കിത് എന്താണെന്ന് പോലും കാര്യമായിട്ട് അറിയില്ല. ഞാൻ ഞെക്കാം കേട്ടോ. എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ 1 സെന്റ് വെച്ചാ പോകുന്നത്. എൻ്റെ ഓരോ ക്ലിക്കിനും 1 സെന്റാ പോവുക. കുറെ കാലം ഇവിടുത്തെ ഒരു ലോട്ടറി എടുക്കണം എന്ന് വിചാരിക്കും. എന്താണ് സംഭവം? എനിക്കൊന്നും കിട്ടുന്നില്ല. എനിക്ക് എന്തായാലും കിട്ടിയ വീഡിയോ എടുക്കും. അങ്ങനെ $5 ഇട്ടിട്ട് എനിക്ക് 50 സെന്റ് കിട്ടിയിരിക്കണം. എനിക്ക് സമാധാനമായി. ആ ചേട്ടനൊക്കെ പൈസ കിട്ടുന്നുണ്ട്, എനിക്കൊന്നും കിട്ടുന്നില്ല. എനിക്ക് $5 കളഞ്ഞിട്ട് സമാധാനമായി. അമ്മച്ചി ഇനി ഇടുന്നൊക്കെ പറഞ്ഞു, ഞാൻ ഇടത്തില്ല. എൻ്റെ $5 പോയി കിട്ടി, സമാധാനം. ശില്പ അങ്ങനെ $10 ഇട്ടേക്കണം. നേരത്തെ $5 ഇട്ടിട്ട് ഫുൾ കളഞ്ഞതാണ്. എനിക്ക് 50 സെന്റ് തിരിച്ചു കിട്ടി. ശില്പയ്ക്ക് 9 സെന്റ് കിട്ടിയിട്ടുള്ളൂ. ഓ 38 സെന്റേ പോകുന്നുള്ളൂ. $10 ക്യാഷ് ഉണ്ട്. എനിക്ക് കിട്ടിയ 50 സെന്റ് പിന്നെയും അമ്മച്ചി എന്നെ കൊണ്ട് ഇടിപ്പിച്ചു. അന്ന് 12 സെന്റ് തിരിച്ചു വന്നിരിക്കണം. എന്താ പറഞ്ഞു പോന്നു? ഇല്ല, വിൻ ഇവിടെ കാണിക്കും. ഇപ്പുറത്തെ അമ്മച്ചിക്ക് വല്ലതും കിട്ടുന്നുണ്ടാവും. അമ്മച്ചി പക്ഷെ വൻ പൈസ ഇട്ടാ കളിക്കണേ. നമ്മളെ പോലെ അല്ല. എത്ര കളഞ്ഞു ശില്പ? ഞാന് കളഞ്ഞില്ല. എനിക്ക് 12 സെന്റ് കിട്ടി. എത്ര ഇട്ടു? $15 ഇട്ട് 12 സെന്റ് ഉണ്ടാക്കിയിരിക്കണം. ഗുഡ് ജോബ്. അമ്മച്ചി 100 ഇട്ടു, ഇടയ്ക്ക് 200 ആയി. ഇപ്പൊ വീണ്ടും 150ലേക്ക്. എന്നാലും 50 ലാഭം. അമ്മച്ചിന്റെ പൈസ അങ്ങനെ $84 എത്തിയിരിക്കണം. മനോഹരമായിട്ട് $5 കളയുന്നു. $5 ഇട്ടു, ഇടയ്ക്ക് 7 or 8 ആയിരുന്നു. പിന്നെ വീണ്ടും $5 ആയപ്പോൾ ഞാൻ നിർത്തി. എന്നിട്ട് $5 കഴിഞ്ഞു.
ഇവിടെ ഇത് വേറെന്തോ കളിയാണ്. ഇതെന്താണെന്ന് കണ്ടുപിടിക്കാൻ അവിടെ ഒരാളാണ് ഡൈസ് അറിയണത്. അപ്പൊ ഇവിടെ നമുക്ക് ബെറ്റ് വെക്കാൻ തോന്നും. അങ്ങനെ എന്തോ ആണ്. കണ്ടോ, ഫ്രണ്ടിൽ അയാളാണ് ഡൈ അറിയുന്നത്. ഇതെന്തോ ചൂസ് ചെയ്യാൻ തോന്നുന്നു. ഓ, ഇവിടെ എല്ലാ ഗെയിമും മാറ്റാല്ലേ. അമ്മച്ചിങ്ങനെ 48-ലെത്തിയിരിക്കണം. ആ 250 കൊണ്ട് വീട്ടിൽ പോയാൽ പോരായിരുന്നല്ലേ. വീട്ടിൽ മേടിച്ചു കൊടുക്കാൻ അതാ പാവരുന്ന് നെക്കിക്കൊണ്ടിരുന്ന. ഇതാണ് അമ്മച്ചിന്റെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ്. ഓ, ഇത് ഗോർഡൻ റാംസിന്റെ റെസ്റ്റോറൻറ്റ്. കൊള്ളാം. അങ്ങനെ 6:30 ആയപ്പോൾ കളിച്ച് ഞങ്ങളും എടുത്തു. അമ്മച്ചി 8 മണിയാകുമ്പോൾ വീട്ടിലേക്ക് വന്നേക്കാന്നാണ് അവിടെ നിൽക്കിക്കൊണ്ടിരിക്കുന്നത്. അമ്മച്ചി ഇട്ടിട്ട് ഞങ്ങൾ അങ്ങനെ നമ്മൾ അമ്മച്ചീനെ ഇട്ടിട്ട് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അമ്മച്ചീനെ നോക്കി വന്നാൽ നമ്മൾ ഇന്നൊന്നും വീട്ടിലെത്തത്തില്ല. എന്നെ വഴിക്കുന്ന ഗോകുൽ ചേട്ടനെ കിട്ടിയിരിക്കുകയാണ്. ചേട്ടാ, ഞങ്ങൾ TNTന്റെ അകത്ത് വന്നിരിക്കണം. ചേട്ടനെന്തോ സാധനം വാങ്ങണം. ഫസ്റ്റ് ഞങ്ങൾക്ക് ഫുഡ് വാങ്ങണം. ഇതാ കണ്ട ഭംഗിയില്ലെങ്കിലും ജീവനുള്ളപ്പോ ഭംഗിയുണ്ടല്ലോ. പോർക്കിൽ ഹൈ ക്വാളിറ്റി ബീഫോ. പോലെ അതെ, ഇത്രയും ചെന്ന് നോക്കിയിരുന്നു. അന്നേരം വേണ്ട. ഇവിടുന്ന് എനിക്ക് വന്ന് പല പല പീസായിട്ട് വാങ്ങാം. ഞങ്ങളെപ്പോഴും സൂപ്പർ സ്റ്റോറിന്ന് വാങ്ങാണ്. കൊടുത്തു. തലക്കറി വെക്കാൻ പൊളിച്ചതാണ്. ശരിക്കും തലക്കറിക്ക് പൊളിക്കാത്തല്ലേ വേണ്ടത്. എനിക്കറിയില്ല. ഇവിടെ ഫ്രഷ് മീനൊക്കെ ഉണ്ട്. എന്തോ വെറൈറ്റി സാധനം കാണിക്കാന്ന് പറഞ്ഞു പോകുന്നു. ഓ, ഇതെന്താ? കൊള്ളാം. ഫുൾ ലൈഫ് ഫിഷോളാം. എവിടേക്കോ കയറി ചേട്ടനോട് പോകുന്നില്ല. ഞാൻ പുറകെ പോവാണ്. വാങ്ങാൻ പോവാ. എന്താ ഇത്? ഓക്കെ. ഇതെന്താ, മീൻ തന്നെയാണോ അതോ പാമ്പുകളാണോ? കഴിഞ്ഞ ദിവസം ആരുടെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു അത് ഉണ്ടാക്കുന്നത്. അതാ ഞണ്ടൊക്കെ നനങ്ങുന്നു. അതിന്റെ കാലൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇവിടുന്ന് ഫുഡ് എടുക്കാന്ന് വെച്ചു. അതിങ്ങനെ വെയ് ചെയ്തെടുക്കാം. വാങ്ങി ഇതെന്താ പരിപാടി? വീട്ടിൽ പോകണം, ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ എപ്പോഴാണ്? അടുത്ത വീഡിയോ ഇല്ല വരും. ബൈ ബൈ.